അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയും സംഭവിക്കുന്നുണ്ട്. നമ്മൾ നല്ലതും ചെയ്യുന്നുണ്ട്, ചീത്തയും നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതേക്കുറിച്ചൊരു വിചാരണ നടത്തി സ്വർഗവും നരകവും അല്ലാഹു തീരുമാനിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കണക്കുകൂട്ടി റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ നിഷ്പ്രയാസം അവന് സ്വർഗം സാധ്യമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്രദ്ധയിലൂടെ ഓരോ മനുഷ്യരും ചെന്ന് ചേരുന്നത് നരകത്തിലേക്കാവാൻ സാധ്യതയേറെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആശയത്തെ അവതരിപ്പിക്കുന്ന ഒരു ഹെഡിങ്, ഒരു തലവാചകത്തോടു കൂടെ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് തന്നെ കാണാം. ഒരു ഹദീസ് കൊണ്ട് ഒരു അധ്യായത്തിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുകയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ഹദീസ് ഇങ്ങനെ മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു: അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈഹി വന്നാറു മിസ്ലു ദാലിക്. ഇമാം അഹ്മദും അവിടുത്തെ മുസ്നദിലെ ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. നിങ്ങളിൽ ഓരോരുത്തരുടെയും ചെരുപ്പിന്റെ വള്ളി, ചെരുപ്പിന്റെ ബാറ് അവന്റെ കാലിനോട് എത്രമാത്രം ചേർന്നു നിൽക്കുന്നുവോ അത്രത്തോളം ഓരോരുത്തരുടെയും സ്വർഗം അവനോട് ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അവന്റെ നരകവും. അത്രയും നിഷ്പ്രയാസമായി സ്വർഗം നഷ്ടപ്പെടാനും സ്വർഗം നേടാനും കഴിയുന്ന ഒരവസ്ഥയിലൂടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നരകത്തിൽ നിന്നും മോചിതരാവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഹദീസ് നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ആശയം. ഇന്നലെ നമ്മൾ സംസാരിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അദാബിനെ കുറിച്ചൊരു ഭയം നമ്മുടെ ഉള്ളിൽ വേണമെന്നതിനോട് കൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരു പ്രതീക്ഷ വേണം. ആ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് എപ്പോഴും പാപം പൊറുക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അവിടെ രണ്ട് കാര്യമാണ് ഉള്ളത്. ഒന്ന്, നരകത്തിൽ നിന്നുള്ള ഒരു അകലം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. പാപം ഇല്ലെങ്കിൽ നരകം ഇല്ലല്ലോ. രണ്ട്, പാപം പൊറുക്കുക എന്നത് അള്ളാഹുവിൽ നിന്നും സാധ്യമാവുക അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവി കിട്ടിക്കൊണ്ടാണ്. ആ പദവിക്ക് പറയുന്ന പേര് മഗ്ഫിറത്ത് എന്നാണ്. അങ്ങനെ വരുമ്പോ ഒരു മനുഷ്യൻ സ്വർഗാവകാശിയായി മാറുകയാണ്. അവൻ ചോദിച്ചത് നരകത്തിന്റെ അഭയം എന്നോണം പാപം പൊറുക്കാനാണ്. പക്ഷെ അവൻ യാദൃച്ഛികമായി സ്വർഗാവകാശിയായി മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഫഅലൽ ആഖിലി, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നിർബന്ധമായും ചെയ്യും അൻ യസ്അല മിനല്ലാഹി അൽ മഗ്ഫിറത ലിദുനൂബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. മിൻ ഖശിയത്തില്ലാഹി തആല, അല്ലാഹുവോടുള്ള ഭയപ്പാട് കൊണ്ട് ചിലപ്പോൾ അവൻ കരയുകയും ചെയ്യും. വയഅ്തരിഫു ബിതഖ്സീറാത്തിഹി, അവന്റെ വീഴ്ചകളെ അവൻ സമ്മതിക്കുകയും ചെയ്യും. വയതൂബു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് അവൻ തൗബ ചെയ്യുകയും ചെയ്യും. ഇന്നഹു തവ്വാബുൻ ലാ യറുദ്ദു തായിബ ഖായിബൻ മിൻ ബാബിഹി, അല്ലാഹു ആവട്ടെ ധാരാളം തൗബ കേൾക്കാൻ, മറ്റുള്ളവരുടെ സങ്കടം, തന്റെ അടിമകളുടെ സങ്കടം കേൾക്കാനുള്ള താല്പര്യവുമായി കാത്തിരിക്കുന്ന തവ്വാബുർ റഹീമാണ് അല്ലാഹു. അവന്റെ കവാടത്തിൽ വന്നവരാരെയും അവൻ ശൂന്യമായി മടക്കി അയച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവോട് പാപം പൊറുക്കാൻ തേടുക എന്നത് നമുക്ക് നരകമോചനത്തിനും സ്വർഗപ്രവേശത്തിനും സാധ്യമായതാണ്. ഒരു ചരിത്രം നോക്കൂ. ഒരു മഹാനായ സൂഫി, അദ്ദേഹം വഫാത്തായ ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആരൊക്കെയോ അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പരലോകത്തെ അവസ്ഥയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നജൗതു ബഅദ കുല്ലി ജുഹദ്,
എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ പരലോകം ഭാസ്വരമായിരിക്കുകയാണ്, ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാ. അപ്പൊ ഈ സ്വപ്നം കണ്ട ആള് സ്വപ്നത്തിൽ വന്ന സുഫിയോട് ചോദിക്കാണ്, അല്ല സഹോദര, ബി അയ്യിൽ അഅ്മാലി വജത്ത നജാ, താങ്കൾ എങ്ങനെ ഏത് അമല് കൊണ്ടാണ് പരലോകം രക്ഷപ്പെടുക എന്ന അവസ്ഥ നേടിയെടുത്തത്, സാധ്യമായത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ആ മഹാൻ പറയുന്ന മറുപടി നമുക്ക് എല്ലാവർക്കും പാഠമാണ്. ബിൽ ബുക്കാഇ മിൻ ഖശിയത്തില്ലാഹി, അള്ളാഹുവിന്റെ അദാബിനോടുള്ള ഭയപ്പാട് കൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണുനീരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മാത്രവുമല്ല വത്തൂലിൽ ഇസ്തിഗ്ഫാർ, ഞാൻ ധാരാളം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം സ്വർഗത്തിൽ എത്തിയത് സ്വർഗം ചോദിച്ചുകൊണ്ടല്ല, അള്ളാഹുവിന്റെ അദാബിനെ ഭയന്നുകൊണ്ട് കരഞ്ഞതിന്റെ പേരിലും അദ്ദേഹം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ്. ഇതേ ആശയം തന്നെ നമ്മോട് ഖുർആൻ പറയുന്നുണ്ട്. ഒരാൾക്ക് സ്വർഗത്തോട് അടുക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ തഖ്വ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവാൻ, ഈ 3 കാര്യങ്ങൾക്ക്, സ്വർഗത്തോട് അടുക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ, തഖ്വ എന്ന് പറയുന്ന സൂക്ഷ്മത എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവാൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. 100 എണ്ണം കുറയാതെ റസൂലുള്ളാഹി ചൊല്ലിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവോടുള്ള ഒരു അടുപ്പമാണ് അവിടെ കാണുന്നത്. പാപം ചെയ്യാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്ർ ചൊല്ലി അതും 100-ൽ കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകൾ സുഹൈഹുൽ ബുഖാരി അടക്കമുള്ള കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100-ൽ കുറയാതെ റസൂലുള്ളാഹി ചൊല്ലിയത് റബ്ബിനോടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് റബ്ബിനോട് അടുക്കാൻ, അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ, സ്വർഗത്തോട് അടുക്കാൻ, റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ, ജീവിതത്തിൽ തഖ്വ എന്ന് പറയുന്ന ഒരു ശീലം, അത് വല്ലാത്ത ഒരു ട്രെയിനിങ് ആണ്. ശരീരത്തിന് വലിയൊരു ട്രെയിനിങ് കൊടുക്കണം. അതാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യുക എന്ന ഒരു ശീലം, അള്ളാഹു നിരോധിച്ചതിനോടൊരു വെറുപ്പും അറപ്പും എന്നത് മാറ്റി നിർത്തുക എന്ന ശീലം, അതാണ് തഖ്വ. ആ 3 കാര്യങ്ങൾക്ക് ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ഉൾക്കൊണ്ട് പറഞ്ഞാൽ മതി. അള്ളാഹുവേ, മഹാനായ അള്ളാഹുവേ, വലിയവനായ അള്ളാഹുവേ, എനിക്ക് നീ പൊറുക്കണേ, എന്നോട് നീ മാപ്പ് ചെയ്യണേ. ഇത് അള്ളാഹുവിന് എന്തിഷ്ടാ കേൾക്കാൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാം ഈ പറഞ്ഞ ആശയത്തെ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ സമയം കളയാതെ വേഗം വരണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി വെക്കണേ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ, സ്വർഗത്തോട് നിങ്ങൾ ചേരണേ. ഏത് സ്വർഗം? അർളുഹസ് സമാവാതു വൽ അർദ്, അതിന്റെ വീതി വിശാലത ആകാശത്തോളം ഭൂമിയോളം വിശാല വിസ്തൃതമാണെന്ന് ഖുർആൻ. മുത്തഖീങ്ങൾക്കുള്ളതാണത്. മുത്തഖീങ്ങൾക്ക് നേടാൻ കഴിയുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ട് സ്വർഗമാണ്. സ്വർഗം നേടുന്നവന്റെ ഒരു പ്രധാന അടയാളാണ് ഇസ്തിഗ്ഫാർ. ഈ മഹാന്റെ ചരിത്രത്തിലും അങ്ങനെയാണല്ലോ പറഞ്ഞത്. നജൗതു ബഅദ കുല്ലി ജുഹ്ദിൻ ഖീല ബി അയ്യിൽ അഅമാൽ വജത്തൻ നജാ ഖാല ബിൽ ബുകാഇ മിൻ ഖശിയത്തില്ലാഹി തആല വതൂലിൽ ഇസ്തിഗ്ഫാർ. അള്ളാഹുവോട് ഞാൻ ധാരാളം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പൊ ആ ദിക്റിന്റെ ഒരു ശ്രേഷ്ഠത, നമ്മെ ദിക്റുകൾ സംസ്കരിക്കാം. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്നാ ഖുർആൻ പറഞ്ഞത്. ദിക്ർ കുറച്ച് ചൊല്ലിയാൽ പോരാ, ദിക്ർ കൂടുതൽ ചൊല്ലണം, എന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് ഖുർആൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ കൂടുതൽ ചൊല്ലിയാൽ നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിലെ ഒരു പ്രതീക്ഷയാണ് നമ്മെ എല്ലാവരെയും ഇത്തരത്തിലുള്ള അമലുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് പ്രോത്സാഹനം തരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള ആ ഒരു പ്രതീക്ഷ അത് നഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ റബ്ബിന്റെ അദാബിനോടുള്ള ഒരു ഭയപ്പാട് അതും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. റബ്ബിന്റെ കാരുണ്യവും ഔദാര്യവും മാത്രമാണ് ഒരാൾക്ക് സ്വർഗപ്രവേശം സാധ്യമാക്കുന്നത്, അല്ലാതെ അമലുകളുടെ വലിപ്പമൊന്നുമല്ല.
അമലുകൊണ്ട് സ്വർഗം ഇല്ല എന്ന ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇമാം ബുഖാരിയുടെയൊക്കെ സ്വഹീഹിൽ വളരെ വിശ്രുതമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹദീസാണ്. പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചല്ലോ, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്നാഹ്, ഒരാളെയും അവൻ ചെയ്യുന്ന അമല് സ്വർഗത്തിൽ എത്തിക്കുകയില്ല. ഒരാളെയും അവൻ ചെയ്യുന്ന അമല് സ്വർഗത്തിൽ എത്തിക്കുകയില്ല. ആരും ചെയ്യുന്ന അമല് കൊണ്ടല്ല സ്വർഗത്തിലേക്ക് പോവാ. എപ്പോഴും പറയാറുള്ള ഹദീസല്ലേ ഇത്. അമല് കൊണ്ട് സ്വർഗമില്ലെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ചോദിക്കാനൊന്നും മടിച്ചു. ചോദ്യം വരാൻ ഒരല്പം മടി. എന്തായിരുന്നു ചോദ്യം? വല അന്ത യാ റസൂലല്ലാഹ്, അങ്ങും അമല് കൊണ്ടല്ലേ സ്വർഗത്തിലേക്ക് പോവാ? ഇത് ചോദിക്കാൻ ഒരു മടി. പക്ഷേ ചോദ്യം ഉന്നയിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത സമയം മടിയില്ലാതെ മറുപടി വന്നു, വലാ അന, അള്ളാഹുവിന്റെ സ്വർഗലോകം അമല് കൊണ്ട് ഞാനും കരസ്ഥമാക്കുന്നില്ല. അമല് കൊണ്ടല്ല കരസ്ഥമാക്കുക. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമല് കൊണ്ടല്ല അവിടുന്ന് സ്വർഗം കരസ്ഥമാക്കുക. സ്വർഗത്തെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരസ്ഥമാക്കുന്നത് അമല് കൊണ്ടല്ല. ഏത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? പാതിരാവിലെ നിസ്കരിച്ച് നീര് തളം കെട്ടി കാലിൽ, രാത്രി നിസ്കാരം കൊണ്ട് നീര് കാലിൽ തളം കെട്ടിയിട്ട് ഐഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങേക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു മനുഷ്യന് പാപം പൊറുത്തു എന്ന പദവി കിട്ടുക എന്നത് വലിയ കാര്യമാണ്. കഴിഞ്ഞുപോയ പാപങ്ങളും വരാനുള്ള പാപങ്ങളും അള്ളാഹു പൊറുത്തു എന്ന മഹത്തായ പദവി മറ്റാർക്കും കൊടുത്തിട്ടില്ല, അങ്ങേക്ക് തന്നു. എന്നിട്ടും പാപം ചെയ്യാത്ത അങ്ങ് എന്തിനാ ഇങ്ങനെ നിസ്കരിച്ചു കൂട്ടി കാലിൽ നീര് തളം കെട്ടിയല്ലോ? രാത്രി ഹബീബിന്റെ ഗദ്ഗതം കേട്ട്, ആ തേങ്ങലടിക്കുന്ന ശബ്ദം കേട്ട് പലപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ കിടപ്പറയിൽ എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവിടുന്ന് വഫാത്തായി പോകുന്നതാണോ, അവിടുന്ന് മരിച്ചു പോകുന്നതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം രാവിനെ ഹയാത്താക്കിയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അങ്ങനത്തെ ഹബീബ്. നിസ്കാരം മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഹൈസം ഇബ്നു അബി സിനാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കീർത്തനം ചെയ്ത സ്വഹാബികൾ അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത പറഞ്ഞത്, വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണത്തിന്റെ മഹാത്മ്യം പറഞ്ഞത്, പാതിരാവിൽ തഹജ്ജുദിന്റെ നേരം, ഉഷസ്സിന്റെ ഉദയ നേരം, സുബ്ഹിക്ക് മുമ്പ് ഹബീബ് ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച കാലമത്രയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. അതൊരു പതിവായിരുന്നു, സ്വഭാവമായിരുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബാണ് പറയുന്നത്, വലാ അന, അമല് കൊണ്ട് എനിക്ക് സ്വർഗമില്ല, എനിക്കും അമല് കൊണ്ട് സ്വർഗമില്ല. വലാകിൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അള്ളാഹുവിന്റെ ഫളലും അള്ളാഹുവിന്റെ റഹ്മത്തും എന്നെ പൊതിഞ്ഞാൽ അല്ലാതെ എനിക്ക് സ്വർഗമില്ല. അള്ളാഹുവിന്റെ ഫളല്, അവന്റെ ഔദാര്യം, അവന്റെ കാരുണ്യം ഇല്ലാതെ ആർക്കും സ്വർഗമില്ല. അള്ളാഹുവിന്റെ ആ കാരുണ്യത്തിലെ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഈ ഹദീസിനെ അന്വർത്ഥമാക്കുന്ന ഒരു സംഭവം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാനുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, റബ്ബിന്റെ ഔദാര്യമാണ്, അവന്റെ കാരുണ്യത്തിന്റെ അംശമാണ് ഓരോ അടിമയ്ക്കും സ്വർഗം കിട്ടുക എന്നുള്ളത്. നോക്കിക്കോളൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാണ്. വളരെ മനോഹരമായ വരികളാൽ മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അൻ ജാബിർ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഖറജ മിൻ ഇൻദി ജിബ്രീൽ അലൈഹിസ്സലാം ആനിഫ, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കഥ പറയാൻ അല്ലെങ്കിൽ ഒരു വസ്തുത ബോധ്യപ്പെടുത്താൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ അത് പറഞ്ഞ് അറിയിച്ചിട്ട്, ദേ ഇപ്പൊ പോയതേ ഉള്ളൂ ജാബിറെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ചോദിച്ചു, നബിയെ, എന്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങയുടെ മുന്നിൽ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയ ആ മഹത്തായ സംഭവം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനായ
മഹാനായ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നിട്ട് സത്യം ചെയ്തു പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖി നബിയ്യ. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് സത്യം ചെയ്തു പറഞ്ഞു, സഹാബത്തെ, ഇന്ന അബ്ദൻ മിൻ ഇബാദില്ലാഹി തആല അബ്ദല്ലാഹു 500 ആം അലാ റഅസി ജബലിൻ യുഹീതു ബിഹി ബഹർ. ഒരു മഹാനായ ആബിദായ മനുഷ്യന്റെ അനുഭവം അയാളുടെ കഥ പറഞ്ഞു തന്നു ജിബ്രീൽ അലൈഹിസ്സലാം. ഒരു മഹാനായ ആബിദ് ലോകത്ത് ജീവിച്ചിരുന്നു അത്രേ. ആ മഹാനായ ആബിദിന്റെ ഇബാദത്തിന്റെ വിശേഷം, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാവി, ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പാഠമായി ഉൾക്കൊള്ളാൻ എന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് പോയി. അല്ലാഹു തആല ഒരു മഹാനായ ആബിദിന് ഇബാദത്ത് ചെയ്യാൻ അവസരം കൊടുത്തു. 500 വർഷമാണ് അദ്ദേഹം നിരന്തരമായി ഇബാദത്ത് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇബാദത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്ത ഏകാഗ്രത അസാധ്യമാണ്. ആ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അലാ റഅസി ജബലിൻ യുഹീതു ബിഹി ബഹർ. സമുദ്രം വലയം ചെയ്തിട്ടുള്ള ആരും അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത വല്ലാത്ത ഏകാഗ്രതയുള്ള സമുദ്രത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു മല, ഒരു പർവ്വതം, ഒരു കുന്ന്, അതിന്റെ ഏറ്റവും മുകളിലാണ് ഈ മഹാൻ ഇബാദത്ത് ചെയ്തത്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ആ ഹദീസ് പറയുന്നുണ്ട്, ആ മല ഏകദേശം വലിയ മലയൊന്നുമല്ല, 30 മുഴമേ അതിന് ഉയരമുള്ളൂ, ഏതാണ്ട് 30 മുഴം വീതിയേ ഉള്ളൂ. 30 മുഴം ഹൈറ്റും 30 മുഴം വീതിയുമുള്ള ആ മല, ആ കുന്ന്, അത് ഏകദേശം 4000 ഫർസഖ് ചുറ്റളവില് സമുദ്രം വലയം ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു ദ്വീപ് പോലെ. അങ്ങോട്ട് ആരുമില്ല, ഒരു സൃഷ്ടിയുമില്ല. ഒരു കാക്ക കരയുന്ന ശബ്ദമോ, ഒരു പൂച്ച കരയുന്ന ശബ്ദമോ, ഒരാൾ ബഹളം വെക്കുന്ന ശബ്ദമോ ഒന്നുമില്ലാതെ ആ ചെറിയ കുന്നിനെ അല്ലാഹു തആല സമുദ്രത്താൽ ആവരണം ചെയ്ത് വലയം ചെയ്ത് വളരെ നല്ലൊരു ഏകാഗ്രത സംവിധാനിച്ചിട്ട് അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ ഈ മനുഷ്യന് അള്ളാഹു അവസരം കൊടുത്തു. 500 കൊല്ലാണ് ഇയാൾ ഇബാദത്ത് ചെയ്തത്. ആ പർവ്വതം 30 മുഴല്ലേ ഉയരമുള്ളൂ. ആ 30 മുഴം ഉയരമുള്ള പർവ്വതത്തിന്റെ കുന്നിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു തആല ശുദ്ധജലം, കടലാകെ ഉപ്പുവെള്ളമാണല്ലോ, കടൽ വെള്ളം ഉപ്പുവെള്ളമാണ്, പക്ഷേ അദ്ദേഹത്തിന് ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു വിരലിന്റെ വീതിയിൽ, ഒരു വിരൽ വ്യാസം വീതിയിൽ, റൗണ്ടിൽ ഒരു വിരൽ ഇങ്ങനെ ക്രോസ് ചെയ്താൽ ആ ഒരു റൗണ്ടില്, ആ വീതിയിൽ അല്ലാഹു തആല ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഈ മഹാനായ മനുഷ്യന് ശുദ്ധവെള്ളത്തിന്റെ ഉറവ ഈ പർവ്വതത്തിൽ തന്നെ അല്ലാഹു വെച്ചു കൊടുത്തു. പർവ്വതത്തിൽ ഉപ്പുവെള്ളമാണ്, പക്ഷെ ഈ മഹാന് ശുദ്ധവെള്ളത്തിന്റെ ഉറവയും വെച്ചു കൊടുത്തു. മാത്രവുമല്ല, ഒരു റുമാൻ പഴവും ആ ചെറിയ ചെരിവിന്റെ മലയുടെ താഴെയായി അള്ളാഹു ഒരു റുമാൻ വൃക്ഷവും കൊടുത്തു. അങ്ങനെ ഈ റുമാൻ വൃക്ഷം എല്ലാ ദിവസവും ഓരോ റുമാൻ പഴം, നല്ല ആരോഗ്യമുള്ള ഭക്ഷണമായ റുമാൻ പഴം, നല്ല പോഷകമൂല്യമുള്ള റുമാൻ പഴം, നല്ല വലിപ്പമുള്ള മധുരമുള്ള റുമാൻ പഴം ഓരോ ദിവസവും ഈ മരത്തിൽ ഉണ്ടാവുകയും ഇദ്ദേഹം എല്ലാ വൈകുന്നേരത്തിലും ഇറങ്ങി വന്നിട്ട് ഫൈദ അംസ നസല വ അസാബ മിനൽ ഐനിൽ വുളു, അദ്ദേഹം എല്ലാ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ വുളു പുതുക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുകയും മാത്രവുമല്ല ആ റുമാൻ വൃക്ഷത്തിലെ ഒരു ദിവസം ഒരു റുമാൻ പഴം എന്ന നിലയിൽ ഉണ്ടാവുന്ന ഓരോ റുമാൻ പഴവും ദിവസേന അദ്ദേഹം വന്ന് പറിച്ച് കഴിച്ച് വിശപ്പും അടക്കി ദാഹവും തീർത്ത് ഒളു എടുത്ത് അദ്ദേഹം വീണ്ടും മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം സുമ്മ ഖാമലി സ്വലാത്തി, അദ്ദേഹം നിസ്കരിക്കാൻ നിൽക്കും, പിന്നെ അങ്ങ് നിസ്കാരം തുടങ്ങും. ഇദ്ദേഹം ഈ ഒരു നേരം കഴിക്കുന്ന റുമാൻ പഴം മതി അടുത്ത ദിവസം അത്രയും സമയം അദ്ദേഹത്തിന് ആ നേരം വരെ പിടിച്ചു നിൽക്കാൻ. അത്രയും വയറ് നിറയുന്ന, വിശപ്പ അകറ്റി നിർത്തുന്ന ഒരു വലിയ സംവിധാനം ഈ ഭക്ഷണത്തിലൂടെ അള്ളാഹു നൽകി എന്നുള്ളതാണ്. സമുദ്രത്തിന്റെ നടുവിൽ, ഉപ്പുവെള്ളത്തിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉപ്പുവെള്ളത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ശുദ്ധമായ തണുത്ത വെള്ളം അള്ളാഹു എത്തിച്ചു. അങ്ങനെ അദ്ദേഹം ഇതും കഴിച്ച് അള്ളാഹുവിന് ശുക്റും ചെയ്ത് ഏകദേശം 500 കൊല്ലം അമൽ ചെയ്തു. അവസാനം അദ്ദേഹം അള്ളാഹുവോട് ദുആ ചെയ്തു, അയ്യഖ്ബിള റൂഹഹു സാജിദാ വലാ യജ്അല ലിൽ അർദി വലാ ലിശ്ശൈഇ അലാ ജസദിഹി സബീല ഹത്താ യബ്അസഹു വഹുവ സാജിദ്. ഈ മനുഷ്യന്റെ ജീവിതം ലോകത്തിന് മുഴുവൻ പാഠമാവാനാണ് ഹബീബായ നബിയിലൂടെ അള്ളാഹു ഇത് അവതരിപ്പിക്കുന്നത്.
ആ മനുഷ്യൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവോട് ദുആ ചെയ്തു, പടച്ച റബ്ബേ, എന്റെ റൂഹ് നീ പിടിക്കുമ്പോൾ എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണം അല്ലാ, നീ എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം തരണേ. മാത്രവുമല്ല, ഞാനെങ്ങാനും മരിച്ചു കിടന്നാൽ പിന്നെ സുജൂദിലാണല്ലോ ഞാൻ മരിച്ചാലും കിടക്കുന്നത്. മരിച്ച ശരീരവും സുജൂദിന്റെ രൂപത്തിലല്ലേ കിടക്കുന്നത്. ഞാൻ സുജൂദ് കിടന്ന് മരിക്കാം. അല്ലാഹുവേ, വലാ യജ്അല ലിൽ അർളി വലാ ലിശൈഇൻ അലാ ജസദിഹി സബീലൻ ഹത്താ യബ്അസഹു വഹുവ സാജിദ്. പടച്ചോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മറവ് ചെയ്യാനായി ഒരാളെയും ഇങ്ങോട്ട് പറഞ്ഞയക്കല്ലേ. എന്റെ ശരീരത്തെ ചെതല് കയറാനോ എന്റെ ശരീരം ചീഞ്ഞു പോകാനോ പറ്റാത്ത വിധം എന്റെ ശരീരം സുരക്ഷിതമായി ഇവിടെ സുജൂദിലായി ഈ സമുദ്രത്തിന്റെ നടുവിലെ ഈ കൊച്ചുദ്വീപിലെ കൊച്ചുമലയുടെ മുകളിലെ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന ഇവിടെ തന്നെ സുജൂദിലായി പുനർജീവിതത്തിന്റെ അന്ന് വരെ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് കിടക്കണം. സുജൂദിലായിട്ട് കിടക്കേണ്ടത്. ഒരു സാധനം, കടലിന്റെ വെള്ളവും ഇങ്ങോട്ട് കയറാൻ പാടില്ല, ഒരാളും എന്നെ തേടി ഇവിടെ വരാൻ പാടില്ല, എന്നെ മറവ് ചെയ്യാനേ പാടില്ല. ഇതിനുള്ളൊരു സൗകര്യവും കൂടി തരണം. കാരണം ബഅത്ത് വരെ, പുനർജീവിതം വരെ നിന്റെ മുന്നിൽ സുജൂദിൽ കിടക്ക എന്നത് ഒരു മഹാഭാഗ്യമാണ്. അല്ലാഹ്, നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് ഈ മഹാൻ ദുആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു ദുആ സ്വീകരിച്ച് അതുപോലെ തന്നെ ചെയ്തു. ഇനി കേട്ടോളൂ, അങ്ങനെ അത്രയും കാര്യം ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇനി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഭാവിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പാഠമായി, പഠനമായി നമ്മുടെ മുന്നിലേക്ക് അറിയിക്കാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമല്ല ഈ പറയുന്നത്. ഇമാം ഇസ്മാഇൽ അൽ ഹഖ് അൽ ബറൂസവി സൂറത്തുൽ ഹദീദിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഈ ഹദീസ് പറയുന്നുണ്ട്. കൂടാതെ ഈ ഹദീസ് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ, ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിലും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. കേട്ടോളൂ, ജിബ്രീൽ അലൈഹിസ്സലാം ഇനി പറയുകയാണ്, നബിയെ, നമുറു അലൈഹി ഇദാ ഹബതന വഇദാ അറജന വഹുവ അലാ ഹാലിഹി ഫിസ് സജദ. നബിയെ, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ, മലക്കുകളാകുന്ന ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ആ മനുഷ്യൻ സുജൂദ് ചെയ്ത് കിടന്ന് മരിച്ചു കിടന്നിട്ട്, മരണത്തോടെ സുജൂദിൽ കിടന്ന് മരിച്ച് സുജൂദിലായിപ്പോൾ കിടക്കുന്ന ആ മലയുടെ അരികിലൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും. മുത്തു നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറയാ അലൈഹിസ്സലാം, ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും പോകുന്നതും, അയാൾ സുജൂദ് ചെയ്ത് ഇപ്പോൾ കിടക്കുന്ന, അയാൾ മരിച്ചു കിടക്കുന്ന ആ പർവ്വതത്തിന്റെ സമീപത്തുകൂടെയും അയാളുടെ സമീപത്തുകൂടെ ഞങ്ങൾ വന്നതും പോകുന്നതും ഒക്കെ ആ സമയത്ത് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നജിദുഹു, ഞങ്ങൾക്ക് അയാളെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ അയാളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അയാളെ കണ്ടിട്ടുണ്ട്. വഹുവ അലാ ഹാലിഹി ഫിസ് സജദ, അദ്ദേഹം ആ സുജൂദിൽ തന്നെയായി ഇപ്പോഴും കിടക്കുന്നത്. എന്നാൽ കേട്ടോളൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്. നജിദുഹു ഫിൽ ഇൽമി, ഞങ്ങൾക്ക് അല്ലാഹു വിവരം തന്നിട്ടുണ്ട്. എന്താണെന്നറിയുമോ? അന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി ഫയൂഖഫു ബൈന യദയില്ലാഹി തആല. ഈ മനുഷ്യനെ അള്ളാഹു ഖിയാമത്ത് നാളിൽ പുനർജീവിപ്പിച്ചാൽ, അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ, പിന്നെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹ് ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്. അത് അങ്ങയോട് അറിയിക്കട്ടെ. ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യനെ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്കായി കൊണ്ടുവരപ്പെടുമ്പോൾ അള്ളാഹു ഈ മനുഷ്യനെ കാണുമ്പോൾ പറയും, മലക്കുകളോട് സന്തോഷത്തോടുകൂടെ പറയും, അദ്ഖിലൂ അബ്ദി അൽ ജന്നത ബിറഹ്മതി. എന്റെ ഈ മഹാനായ അടിമ 500 കൊല്ലം അമൽ ചെയ്തു. ഈ മഹാനായ അടിമ നല്ല ഏകാഗ്രതയിൽ അമൽ ചെയ്തു. ഈ മഹാനായ അടിമ, മലക്കുകളെ, എൻ്റെ ഈ പ്രിയപ്പെട്ട അടിമയെ എൻ്റെ കാരുണ്യത്തെ മുൻനിർത്തിയിട്ട്, എൻ്റെ കാരുണ്യമായി, എൻ്റെ ഔദാര്യമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് വിട്ടോളൂ, അവിടെ കൊണ്ടുപോയി എത്തിക്കൂ എന്ന് അള്ളാഹു മലക്കുകളോട് പറയുമ്പോ ഈ മഹാൻ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ബൽ ബി അമലി, പടച്ചോനെ, നിന്റെ ഔദാര്യം കൊണ്ടൊന്നും എന്നെ വിടണ്ട. അള്ളാഹുവെ, നിന്റെ കാരുണ്യം കൊണ്ടൊന്നും എന്നെ വിടണ്ട. അള്ളാഹുവെ, നിന്റെ കാരുണ്യമല്ല, എന്റെ അമലിനെ പരിഗണിച്ചിട്ട് വിട്ടാൽ മതി. കൂടുതൽ ആനുകൂല്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ചെയ്ത അമലിനെ, അതിനോടൊരു കടപ്പാട് നിനക്കുണ്ടാവൂലോ, അതിൽ വിട്ടാതി. ഇദ്ദേഹത്തിന് ബോധ്യമാവാത്ത ഒരു കാര്യം അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് നമുക്കും ബോധ്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പറഞ്ഞു, അല്ലടോ, നീ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോ. അല്ല റബ്ബേ, ഞാൻ എന്റെ അമലിന്റെ അർഹമായ പ്രതിഫലം എന്നോണം ആ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അള്ളാഹു പറയും മലക്കുകളോട് പറയും,
മലക്കുകളോട് പറയും, ഖീസു ഇബാദത്ത അബ്ദി ബിനിഅമതി അലൈഹി വബിഅമലിഹി. ഈ മനുഷ്യനെ നിങ്ങൾ ഒരു തുലാസിൽ തൂക്കി അളവെടുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്ക്. ഞാൻ ഇയാൾക്ക് ചെയ്ത നിഅമത്തും ഇയാൾ ചെയ്ത അമല് അതിന് പകരം എത്രത്തോളം ആകുമെന്നത് ഒരു കണക്കെടുത്ത് ഒന്ന് തൂക്കി നോക്കി ഇദ്ദേഹത്തെ നിങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കണേ മലക്കുകളെ എന്ന് മഹാന്മാരായ മലക്കുകളോട് അള്ളാഹു പറയും. അങ്ങനെ മഹാന്മാരായ മലക്കുകൾ ഇദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ ഭാരം തുലാസിൽ വെക്കുകയാണ്. തുലാസിൽ അള്ളാഹു ചെയ്ത നിഅമത്തുകളും വെക്കാൻ തുടങ്ങാം. ഫതൂജദു നിഅമത്തുൽ ബസ്രി, അയാൾക്ക് അള്ളാഹു കൊടുത്ത ഒരു കണ്ണ് എന്ന് പറയുന്ന നിഅമത്തിനെ അള്ളാഹു ആ തുലാസിൽ വെക്കാൻ മലക്കുകളോട് പറയും. ഒരു കണ്ണിന്റെ നിഅമത്തിനെ തുലാസിന്റെ മറ്റേ തട്ടിൽ വെച്ചു. 500 കൊല്ലം ഇയാൾ ഏകാഗ്രതയിൽ ചെയ്ത ഇബാദത്തിനെ തുലാസിൽ അപ്പുറത്തും വെച്ചു. ഒരു കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹത്തെ അള്ളാഹ് ചെയ്തില്ലേ, അതിനെ മാത്രം തുലാസിന്റെ ഇപ്പുറത്തെ തട്ടിൽ അത് ഒറ്റയ്ക്കും വെച്ചു. അപ്പോഴേക്കും 500 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഇബാദത്ത് ഈ കണ്ണെന്ന് പറയുന്ന അനുഗ്രഹത്തോട് കിടപിടിക്കാതെ വന്നു. മാത്രവുമല്ല അള്ളാഹുവിന്റെ മറ്റു കോടാനുകോടി അനുഗ്രഹങ്ങൾ ഇനി വെക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമല് ഒരു കണ്ണിന്റെ അനുഗ്രഹത്തിൽ തീർന്നു പോവുകയും ചെയ്തു. ഹബീബായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം അള്ളാഹു ഈ മനുഷ്യനോട് ദയ ഉള്ളവനല്ലേ, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു പറയും, അദ്ഖിലൂ അബ്ദി അന്നാർ. ഇവന്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഇവന് നരകത്തിലാ വിടേണ്ടത്. അവന്റെ കണക്ക് ഇപ്പൊ അവന് ബോധ്യായി. അവന്റെ കണക്കനുസരിച്ച് വിധിക്കാനല്ലേ അവൻ ഇവിടെ പറഞ്ഞത്. അവന്റെ കണക്കനുസരിച്ച് ഞാൻ വിധിക്കട്ടെ, മലക്കുകളെ അവനെ കൊണ്ടുപോയി നരകത്തിലേക്ക് നിങ്ങൾ വിട്ടോളൂ. അങ്ങനെ മഹാന്മാരായ മലക്കുകൾ അയാളെ കൊണ്ട് നരകത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഈ അടിമ അവിടെ പ്രതീക്ഷിക്കാണേ, അവൻ വിളിച്ചു പറയും, അല്ലാഹുവേ ബിറഹ്മതിക അദ്ഖിൽനി അൽ ജന്നാ. പടച്ചോനെ, എന്റെ ആമലിന്റെ കണക്ക് നോക്കിയിട്ടാണ് നീ വിടുന്നതെങ്കിൽ എനിക്ക് നരകത്തിലേക്കാ പോകാൻ പറ്റും. 500 കൊല്ലത്തെ ആമലൊന്നും ഒരു കണ്ണിന്റെ നിഅമത്തോളം പറ്റുന്നില്ല. ആരുടെ 500 കൊല്ലത്തെ ആമല്? നമ്മുടെ അല്ല, അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് എന്റെ അമലിന്റെ കണക്കല്ല വേണ്ടത്, നിന്റെ അനുഗ്രഹം വെച്ച് മതി അല്ലാ. നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ചോദിക്കുന്നു, നീ എന്നെ സ്വർഗത്തിലേക്ക് വിടണേ. പെട്ടെന്ന് അല്ലാഹു അത് സ്വീകരിക്കും. ഫയഖൂലു, അല്ലാഹു പറയും, റുദ്ദൂഹു ഇലയ്യ, അവനെ നരകത്തിലേക്ക് വിടാൻ വരട്ടെ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ അള്ളാന്റെ അടുക്കിലേക്ക് ആ മഹാനായ മനുഷ്യനെ കൊണ്ടുവരപ്പെടും. ഫയൂഖഫു ബൈന യദയില്ലാഹി തആല, അങ്ങനെ അള്ളാന്റെ മുന്നിൽ ആ മഹാനെ നിർത്തും. എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ അബ്ദി മൻ ഖലഖക വലം തകു ശൈആ. ഓ എന്റെ പ്രിയപ്പെട്ട അടിമേ, നിന്നെ എനിക്ക് ഇഷ്ടമാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരടാ ഒരു ബീജത്തുള്ളി ആയിരുന്നോടത്ത് നിന്ന് നീ എന്ന ആളിലേക്ക് നിന്നെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് പരിപാലിച്ചത് ആരടാ? ആരടാ നിന്റെ ഹൃദയം സമയബന്ധിതമായി സ്പന്ദിക്കാനും നിന്റെ കണ്ണ് ചിമ്മാനും നീ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനും നിന്റെ ശരീരത്തിന്റെ കോശം വളരാനും ദഹനം നടക്കാനും നിന്റെ ശ്വസന നിശ്വാസം കൃത്യമായി നടക്കാനും വ്യക്തമായി നിനക്ക് കാണാനും കേൾക്കാനും അറിയാനുമുള്ള എല്ലാം തന്നെ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചത് ആരടാ? പറയൂ. അദ്ദേഹം പറയും, അന്ത യാ റബ്ബി, അത് നീയല്ലേ അല്ലാ അങ്ങനെ ചെയ്തത്, എനിക്ക് അതിന് കഴിവില്ലല്ലോ അല്ലാ, അത് നീയാ ചെയ്തതല്ല, അത് നീയാ ചെയ്തതെന്നുള്ള ബോധം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടല്ലേ അല്ലാ. അപ്പൊ അള്ളാഹു ചോദിക്കും, അക്കാന ദാലിക ബിഅമലിക അം ബിറഹ്മതി, നിന്റെ അമല് കൊണ്ടാണോ നീ ഇത്രയും വളർന്നത്? അല്ലല്ലോ. അതോ എന്റെ റഹ്മത്ത് കൊണ്ടോ? പടച്ചോനെ, അത് നിന്റെ റഹ്മത്ത് കൊണ്ടാ. ബൽ ബിറഹ്മതിക. അപ്പൊ അള്ളാഹു ചോദിക്കും, മൻ ഖവ്വാക അലാ ഇബാദത്തി 500 സന, 500 കൊല്ലം നീ ഇബാദത്ത് ചെയ്തു എന്നൊരു അഭിമാനത്തിന്റെ കണക്ക് ഇവിടെ പറഞ്ഞിരുന്നു. ഈ 500 കൊല്ലം നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം ആരടാ തന്നത്? അപ്പൊ അവൻ പറയും, അള്ളാഹു നീയാ തന്നത് അല്ലാ, അത് നിന്റെ കാരുണ്യ. അള്ളാഹു ചോദിക്കും, മൻ അൻസലക ഫീ ജബലിൻ വസ്തൽ ബഹരി വഅഖറജൽ മാ, നിനക്ക് സമുദ്രത്തിന്റെ നടുവിൽ ആരുടെയും ശല്യമില്ലാതെ ഒരു പർവ്വതത്തെ, ഒരു കുന്നിനെ സൃഷ്ടിച്ചു തന്നിട്ട് അവിടെ കൊണ്ടുപോയി നിന്നെ ഇറക്കിയിട്ട് ഒരു വലിയ ഏകാഗ്രത ഈ 500 കൊല്ലത്തെ അമലിന് സംവിധാനിച്ചു തന്നില്ലേ? അത് ആരടാ തന്നത്? അത് ഞാനാണോ? അത് നിന്റെ അമല് കൊണ്ട് നീ നേടിയതാണോ? അദ്ദേഹം പറഞ്ഞു, അത് നീയാണ് അല്ലാ. പടച്ചോൻ ചോദിക്കും, നിനക്ക് അവിടെ കുടിക്കാൻ ഉപ്പ് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഇടയിൽ നിന്നും ഉപ്പുവെള്ളത്തിന്റെ ഇടയിൽ നിനക്ക് കുടിക്കാൻ ശുദ്ധമായ തണുത്ത വെള്ളം ആരടാ തന്നത്?
അല്ലാഹുവേ നീയാണ്. ആരടാ നിനക്ക് വിശപ്പടക്കാൻ റുമ്മാൻ പഴം തന്നത്? അതും ഏത് റുമ്മാൻ? ഇന്നമാ തുസ്മിറു ഫിസ് സനത്തി മറ, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കേണ്ട റുമ്മാൻ ദിവസവും കായ്ച്ചു നിനക്ക് വേണ്ടിയിട്ട് 500 കൊല്ലം. ഇതാരടാ ചെയ്തു തന്നത്? പടച്ചോനെ നീയാണ്. അപ്പോൾ ചോദിക്കുന്നു അല്ലാഹു വമൻ ഖബല റൂഹക സാജിദ, സുജൂദിലായി കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിൽ തന്നെ നിനക്ക് മരിക്കാൻ അവസരം തന്നത് ആരടാ? അല്ലാഹുവേ നീയാണ്. അല്ലാഹു പറയും സമ്മതിച്ചോ തമ്പുരാനെ, അന്ത യാ റബ്ബി, നീയാണ് അല്ലാഹ് വലിയവൻ. അല്ലാഹുവേ നിന്റെ കാരുണ്യമാണ്. ഫദാലിക കുല്ലുഹു, എല്ലാം നിന്റെ കാരുണ്യമാണ്. അല്ലാഹുവേ ചോദിക്കട്ടെ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് വിടണേ. അല്ലാഹു മലക്കുകളോട് പറയും വബിറഹ്മതി ഉദ്ഖുലു അൽ ജന്ന, ഈ മനുഷ്യനെ എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കും മലക്കുകളെ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹദീദിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസ ബിറൂഹുൽ ബയാനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, ഈ ചരിത്രം പറയുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ മനോഹരമായ അവതരണം കൊണ്ട് ഈ ഹദീസ്, ഈ ചരിത്രം പറയുന്നുണ്ട്. ജീവിതത്തിൽ നേടണം സഹോദര, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേടാനുണ്ട് സഹോദരി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെരുപ്പിന്റെ വാറ് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന പോലെയാ നമ്മുടെ സ്വർഗം നമ്മോട് ചേർന്ന് നിൽക്കുന്നത്. ഒന്നങ്ങോട്ട് കടക്കാൻ, നരകം നമ്മോട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ. ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കുകയാണ് അതിന് ഒരു പരിഹാരമായി പല മഹാന്മാരുടെയും അനുഭവം പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ സിസ്റ്റം സ്വർഗത്തോട് അടുക്കലാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തോട് വേഗത്തിൽ അടുക്കും. മാത്രവുമല്ല അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും. അള്ളാഹുവിന്റെ തൃപ്തിയാണ് മഗ്ഫിറത്ത്, അത് നേടാൻ കഴിയും. മാത്രവുമല്ല ആർക്കാണ് ഇതൊക്കെ കിട്ടുക? ഒരു മുത്തഖിയായ മനുഷ്യൻ എന്ന സ്വഭാവത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ജീവിതത്തിൽ ധന്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് പാഠമാക്കി തരട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ളതായ ഒരു പ്രധാന കാര്യം അവന്റെ വലത്തെ കയ്യ് അല്ലെങ്കിൽ വലതുവശത്തെ ചിറക് അള്ളാഹുവിന്റെ അദാബിനെ തൊട്ടുള്ള ഒരു പേടിയായിരിക്കണം. ഇടതുവശത്തെ ചിറക് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ളൊരു പ്രതീക്ഷ. ഈ 2 ചിറക് കൊണ്ട് വീശി വിടർന്ന് അവൻ പറന്നു പോകുന്നത് പടച്ചറബിന്റെ പൊരുത്തത്തിലേക്കും സ്വർഗത്തിലേക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.